Xylem Learning ശ്വേതാസ് ആണ്. അപ്പോൾ മക്കളെ നമുക്ക് ഇന്ന് എന്താ ചെയ്യാനുള്ളതെന്നറിയോ? ഇതൊരു കുട്ടി ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. എല്ലാവരും എന്തായാലും ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. 1 മുതൽ 20 വരെ നമുക്ക് എഴുതാനറിയാം, പറയാനറിയാം, എല്ലാം അറിയാലോ. അപ്പോൾ അതുപോലെ ഇതാ വിട്ടുപോയ കുറച്ച് നമ്പറുകളുണ്ട് ഇവിടെ. ഇവിടെ 16 എഴുതിയിട്ടുണ്ട്, 17 തന്നിട്ടുണ്ട്, 19 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ എന്തുണ്ടടാ? കുറച്ച് സംഖ്യകൾ ഉണ്ടല്ലേ. അപ്പൊ അതെന്താണെന്ന് എഴുതി വെക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് തുടങ്ങിയാലോ? യെസ്, 16ന് മുന്നേ, 16ന് തൊട്ട് മുന്നേ, 16ന് തൊട്ട് മുന്നേ എന്താടാ നമ്മൾ എങ്ങനെയൊക്കെയാ പഠിച്ചേ? 14, 15, 16 അല്ലേ? അപ്പൊ 16ന് തൊട്ട് മുന്നേ ഇതാ 15 അല്ലേ? അപ്പൊ മിസ് ഇതാടാ ഇവിടെ 15 എഴുതി. പിന്നെ 15, 16, 17, പിന്നെ എന്താടാ 17 കഴിഞ്ഞാൽ? യെസ്, 17 കഴിഞ്ഞാൽ 18, പിന്നെ 19, അങ്ങനെയാണല്ലേ. അപ്പൊ 18 കഴിഞ്ഞാൽ 19 ആണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. 19 കഴിഞ്ഞാലോടാ? 19 കഴിഞ്ഞാൽ 20 ആണല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുക? 15, 15, 16, 17, 18, 19, 20. ഇങ്ങനെയാണ് നമ്മൾ വിട്ടുപോയ നമ്പറുകളെ പൂരിപ്പിക്കുക. വിട്ടുപോയ നമ്പറുകളെ നമ്മൾ ഫില്ല് ചെയ്തു അല്ലേ. അതുപോലെ മിസ് ഒരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് എഴുതണം. അതായത് സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് നമ്പറിലേക്ക് നമ്മൾ എഴുതണം. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാടാ ചെയ്യുക? ഏറ്റവും ചെറുത് ഏതാണ് എന്ന് ആദ്യം നമ്മൾ നോക്കണം. 18, 20, 15, 11, 16, 10. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? അതെ, 10 ആണല്ലേ. അപ്പൊ മിസ് 10 എഴുതിയടാ. ഇനി 10 കഴിഞ്ഞാൽ അടുത്ത വലുത്, 10 കഴിഞ്ഞാൽ തൊട്ടടുത്ത വലുത് ഏതാണ്? 11 ഉണ്ടല്ലേ. 11. പിന്നെയോടാ, പിന്നിതാ 15 ഉണ്ട്, പിന്നെ 16, പിന്നെ ഇതാ 18ഉം 20ഉം അല്ലേ. അപ്പൊ മിസ് ഇവിടെ 18ഉം 20ഉം എഴുതി. എളുപ്പമല്ലേ? അപ്പൊ ഇതുപോലത്തെ ഒരു ചോദ്യവും മക്കൾ എല്ലാവരും പഠിച്ചു വെക്കണം. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.